പ്രൊഫ്കോൺ ധർമ്മചിന്തയും മൂല്യബോധവുമുള്ള വിദ്യാർത്ഥി തലമുറയുടെ സൃഷ്ടിപ്പ് ലക്ഷ്യമാക്കി MSM സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രൊഫ്കോൺ കഴിഞ്ഞ 12 വർഷമായി ദക്ഷിണേന്ത്യയിലെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സമ്മേളനം മാർച്ച് 13, 14, 15 തീയതികളിലായി കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ പ്രൊഫ്കോൺ. സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്നോർമ്മപ്പെടുത്തുകയാണ്. നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സ്വാധീനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സന്താനങ്ങൾക്കോ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്താനാവുകയില്ല എന്ന തിരിച്ചറിവോടുകൂടി അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ജീവിതത്തിലെമ്പാടും വർദ്ധിപ്പിക്കണമെന്നും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ പ്രബോധന കാലഘട്ടത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രവാചകനും പ്രവാചകനെ അംഗീകരിച്ച പ്രവാചകന്റെ അനുയായികളും ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളും കഷ്ടപ്പാടുകളും ഒരിക്കൽ കൂടി ആവർത്തിക്കേണ്ടാത്ത വിധം പല സ്ഥലങ്ങളിൽ നിന്നും കേട്ടവരും മനസ്സിലാക്കിയവരുമൊക്കെയാണ് നമ്മളൊക്കെ. പലപ്പോഴും ആ സംഭവങ്ങൾ നമ്മുടെ കണ്ണുകളെ കരയിപ്പിച്ചിട്ടുണ്ട്. എമ്പാടും പീഡനങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ഒരു മനുഷ്യന്റെ ജന്മത്തിൽ ജീവിതത്തിൽ ഏൽക്കുവാൻ സാധിക്കാത്ത വിധം പീഡനങ്ങൾക്ക് വിധേയരാക്കപ്പെട്ടപ്പോൾ മരുഭൂമിയിൽ കൂടി പട്ടിയെ പോലെ വലിച്ചെടുക്കപ്പെട്ട ബിലാൽ, സ്വന്തം ഉമ്മ പെടഞ്ഞു മരിക്കുന്നത് നിറകണ്ണുകളോടെ കാണേണ്ടി വന്ന അമ്മാർ, യാസിർ, പീഡനങ്ങളുടെ ലോകത്ത് ഇന്നോളം ഒരു മനുഷ്യനും അനുഭവിച്ചിട്ടില്ലാത്ത പീഡനങ്ങളുടെ ഏറ്റവും മൃഗീയമായ രൂപങ്ങൾക്ക് വിധേയരാകേണ്ടി വന്ന സഹാബികൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു പരാതിയുമായിട്ട് വന്നു. എന്താ പരാതി? അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹുവിന്റെ മതത്തിന് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? അതെ. എന്നിട്ട് എന്തേ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടാത്തത്? ഇത്രയേറെ പീഡിപ്പിക്കപ്പെട്ടിട്ടും വേദനിച്ചിട്ടും ദുഃഖിച്ചിട്ടും ഇത്രയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടും എന്തേ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചോദ്യത്തിന്റെ മുമ്പിൽ നിശബ്ദനായി. ആ ചോദ്യത്തിന്റെ ഉത്തരം അള്ളാഹുവിന്റെ പ്രവാചകന് വഹിയായിട്ട് കിട്ടിയിട്ട് വേണം. പ്രവാചകന് വഹി കിട്ടി, അള്ളാഹുവിൽ നിന്ന് ആ ചോദ്യത്തിന്റെ ഉത്തരം പ്രവാചകന് കിട്ടി. എന്തായിരുന്നു പ്രവാചകൻ മരുഭൂമിയിൽ കൂടി വലിച്ചെടുക്കപ്പെട്ട് ശരീരം മുഴുവനും വെന്ത മാംസത്തിന്റെ ഗന്ധവുമായി തന്റെ അടുക്കൽ വന്ന ബിലാലിനോട്, അമ്മാറിനോട്, യാസിറിനോട്, ഖബ്ബാബിനോട്, ഖുബൈബിനോട് പീഡനത്തിന്റെ ഏറ്റവും പ്രയാസകരമായ അനുഭവങ്ങൾ അനുഭവിച്ച ആ സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി എന്താണ്? അത് വിശുദ്ധ ഖുർആനിലെ ഒരായത്താണ്. ആ ആയത്ത് അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. അല്ല, നിങ്ങൾ വിചാരിച്ചോ നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കാതെ വെറുതെ സ്വർഗത്തിലേക്ക് വെറുതെ അങ്ങ് കയറി പോകാമെന്ന് നിങ്ങൾ വിചാരിച്ചോ? മസ്സത്തുഹുൽ ബഅ്സാഉ വല്ലറാ, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരെ ബാധിച്ചു. സഹിക്കുവാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും അവർ വിധേയരായി. ആ മുൻഗാമികൾ അനുഭവിച്ച പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒന്നും അനുഭവിക്കാതെ പരമസുഖത്തോടു കൂടി ജീവിച്ച് വെറുതെ സ്വർഗത്തിലേക്ക് അങ്ങ് കയറി പോകാമെന്ന് നിങ്ങൾ വിചാരിച്ചോ? ആരോടാ ചോദിച്ചത്? അള്ളാഹുവിന്റെ മതത്തിന് വേണ്ടി കുപ്പായത്തിന്റെ ഇസ്തിരി പോലും ഒരിക്കലും ചുളിഞ്ഞിട്ടില്ലാത്ത നമ്മളെ ചൂണ്ടിയല്ല ചോദിച്ചത്. അള്ളാഹുവിന്റെ മതത്തിന് വേണ്ടി ഒരു രാത്രി പോലും ഉറക്കമൊഴിച്ചിട്ടില്ലാത്ത നമ്മളെ ചൂണ്ടിയല്ല പറഞ്ഞത്. അള്ളാഹുവിന്റെ മതത്തിന് വേണ്ടി ഒരു നേരം പോലും ഭക്ഷണം ഒഴിവാക്കേണ്ടി വന്നിട്ടില്ലാത്ത നമ്മളോട് ചൂണ്ടിയല്ല അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിന്റെ മതത്തിന് വേണ്ടി ഒരു മണിക്കൂർ പോലും കഷ്ടപ്പെട്ടിട്ടില്ലാത്ത നമ്മളോടല്ല പറഞ്ഞത്.
എന്തിനാണ് അല്ലാഹു തആല പരീക്ഷിക്കുന്നത്? വലയഅലമന്നല്ലാഹു അല്ലദീന സ്വദഖൂ വലയഅലമന്നൽ കാദിബീൻ. വലയഅലമന്നല്ലാഹു അല്ലദീന സ്വദഖൂ, അല്ലാഹുവിനറിയണം, അല്ലാഹുവിനറിയണം നിങ്ങളിൽ ആരാണ് സത്യം പറഞ്ഞിട്ടുള്ളത്, അല്ലാഹുവിനറിയണം നിങ്ങളിൽ ആരാണ് കളവ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ സത്യം, എന്താണ് ഈ കളവ്? ഞാൻ മുസ്ലിമാണ് എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് സത്യമാണോ കളവാണോ എന്ന് അല്ലാഹുവിനറിയണം. അത് അല്ലാഹു തആല ജീവിതം കൊണ്ട് പരിശോധിച്ചറിയുക തന്നെ ചെയ്യും. അതെന്താ അറിയാൻ? ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയാൻ? എന്റെ താടി കണ്ടില്ലേ, എന്റെ വസ്ത്രം കണ്ടില്ലേ, എന്റെ സംസാരം കണ്ടില്ലേ, പിന്നെ എന്തോന്നാ അറിയാനുള്ളത്? ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം കീഴ്പ്പെട്ടവൻ എന്നാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക്, അള്ളാഹുവിന്റെ തൃപ്തിക്ക്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ഒരുത്തൻ ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ അവന് നൽകുന്ന പേരാണ് മുസ്ലിം. ആർക്ക്? ഒരു വില്ലേജ് ഓഫീസർ കൊടുക്കുന്ന പേരല്ല, ഒരു തഹസിൽദാർ കൊടുക്കുന്ന പേരല്ല, ഒരു സർട്ടിഫിക്കറ്റിൽ ഉണ്ടായത് കൊണ്ട് ലഭിക്കുന്ന ഒരു പേരല്ല. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ആര് തയ്യാറാകുന്നുവോ അവന് ലഭിക്കുന്ന പേരാകുന്നു മുസ്ലിം. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, അവനാണ് നിങ്ങൾക്ക് മുസ്ലിം എന്ന പേര് തന്നത്. ആര്? അള്ളാഹു. ആർക്ക്? അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് അള്ളാഹു നൽകുന്ന പേരാണ് മുസ്ലിം. ഞാൻ മുസ്ലിമാണ് എന്ന് പറയുമ്പോൾ അല്ലാഹു തആല പരിശോധിക്കുന്നത് ആ മുസ്ലിമാണ് എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ അതെന്തുമാത്രം സത്യസന്ധമാണ് എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, അസ്ലിം, ഇബ്രാഹിമെ മുസ്ലിം ആവുക. ഇബ്രാഹിം നബിയുടെ മറുപടി ഉണ്ടായി, അസ്ലം തുലി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹുവേ നിനക്കിതാ ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു, ഞാൻ ഇതാ മുസ്ലിം ആയിരിക്കുന്നു. തീർന്നോ? എങ്കിൽ നേരെ സ്വർഗത്തിലേക്ക് പോയിക്കോ എന്നാണോ ഇബ്രാഹിം നബിയോട് അല്ലാഹു പറഞ്ഞത്? അല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സങ്കല്പിക്കാനാവാത്ത പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ കൂടി അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നടത്തി. ഓരോ പരീക്ഷണത്തിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തെളിയിച്ചു, ഞാൻ മുസ്ലിമാണ്. അല്ലാഹുവേ, എന്റെ സ്വന്തം ഇഷ്ടങ്ങളെക്കാളേറെ, മക്കളെക്കാളേറെ, ബന്ധങ്ങളെക്കാളേറെ, കുടുംബത്തെക്കാളേറെ, താല്പര്യങ്ങളെക്കാളേറെ അല്ലാഹുവേ നിന്റെ കൽപ്പനകൾക്ക്, നിന്റെ ഇഷ്ടങ്ങൾക്ക് നീ എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പനകൾക്ക് ഞാൻ വിധേയനായിരിക്കുമെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ജീവിതത്തിന്റെ സായാന്തനത്തിൽ നീണ്ടകാലത്തെ പ്രാർത്ഥനകൾക്കും കണ്ണീരിനും ഒടുവിൽ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട മകനെ ബലിയറുക്കണമെന്ന് കൽപ്പിച്ചപ്പോൾ എന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ എനിക്ക് ലഭിച്ച കുട്ടിയാണോ, അതല്ല എനിക്ക് ഈ കുട്ടിയെ തന്ന സർവശക്തനായ അല്ലാഹുവാണോ എനിക്ക് വലുത് എന്ന ഒരു ചിന്ത പോലും, ചിന്തയുടെ സംഘട്ടനം പോലും ഇബ്രാഹിം നബിയുടെ മനസ്സിലുണ്ടായില്ല. അല്ലാഹുവിന്റെ കൽപ്പന വന്നു. മകന്റെ കൈ പിടിച്ചുകൊണ്ട് മിനായിലെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് അദ്ദേഹം പോയി മകനെ അറുക്കുവാൻ. ഇബ്രാഹിം നബി മുസ്ലിമാണ് എന്ന് സ്ഥാപിച്ചു. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ, കിടന്നുറങ്ങുന്ന മനുഷ്യ, നിനക്ക് ഉറക്കം തന്ന, നിനക്ക് ഉറങ്ങുവാൻ വീട് തന്ന, നിനക്ക് ഉറങ്ങുവാൻ ആരോഗ്യം തന്ന, നിനക്ക് ഉറങ്ങുവാൻ മെത്ത തന്ന, നിനക്ക് ഉറങ്ങുവാൻ സാഹചര്യം ഒരുക്കി തന്ന, ആയിരക്കണക്കിന് അന്തിയുറങ്ങുവാൻ, തലചായ്ക്കുവാൻ ഒരിഞ്ച് മണ്ണ് പോലും ഇല്ലാത്ത പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യന്മാർ പാർക്കുന്ന ഈ ലോകത്ത് നിനക്ക് കിടന്നുറങ്ങുവാൻ അവസരം തന്ന സർവശക്തനായ തമ്പുരാൻ പറയുന്നു, അസ്സലാത്തു ഖൈറും മിനൻ നൗം, നിനക്ക് ലഭിക്കുന്ന ഉറക്കത്തിനേക്കാൾ ഏറ്റവും ഗുണകരമായ ഒരു നമസ്കാരമുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ നമസ്കാരത്തിലേക്ക് നീ വരിക എന്ന് പറയുമ്പോൾ അത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. നല്ല തണുത്ത, നല്ല കുളിരുള്ള, നല്ല സുഖമുള്ള, ഉറങ്ങുവാൻ സുഖമുള്ള, ഉറക്കമില്ലെങ്കിലും വെറുതെ കിടക്കുവാൻ ഏറെ സുഖം തോന്നുന്ന ആ കൊച്ചു വെളുപ്പാങ്കാലത്ത് ആ സുഖത്തിനെ ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പനയിലേക്ക് ഒളുവെടുത്തുകൊണ്ട് നമസ്കരിക്കുവാൻ വേണ്ടി നടന്നു പോകാൻ മാത്രം അല്ലാഹുവിന് കീഴൊതുങ്ങിയ എത്രയാളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്ന് സർവശക്തനായ പടച്ച തമ്പുരാൻ പരിശോധിക്കുന്നു. അല്ലാഹുവിനറിയണം ആരാണ് സത്യം പറയുന്നത്, ആരാണ് കളവ് പറയുന്നത്. അല്ലാഹു അക്ബർ. എന്താണ് അല്ലാഹു അക്ബർ എന്ന വാക്കിന്റെ അർത്ഥം? അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അത് വലിപ്പം കൊണ്ടല്ല, ഏതെങ്കിലും ഒരു അളവ് കൊണ്ട്, അളവിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്നല്ല അതിന്റെ അർത്ഥം. അല്ലാഹു അക്ബർ എന്ന പദത്തിന്റെ അർത്ഥം എന്റെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളേറെ എനിക്ക് വലുത് അല്ലാഹുവാണ് എന്നാണ്. ആ പ്രതിജ്ഞ ഒരു ദിവസത്തിൽ പല പ്രാവശ്യം പുതുക്കിക്കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു വെള്ളക്കടലാസും ഒരു പെൻസിലും എടുത്തുകൊണ്ട് നമ്മൾ എഴുതുവാൻ ആരംഭിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവുമേറെ സ്ഥാനം നൽകുന്നത് ആർക്കാണ്?
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഏറെ പരിഗണിക്കുന്നത് ആരെയാണ്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണ്? ആരുടെ വാക്കുകൾക്കാണ്, ആരുടെ കൽപ്പനകൾക്കാണ്, ആരുടെ ഇഷ്ടങ്ങൾക്കാണ് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമുള്ളത്? ഒന്നാമത്തെ നമ്പർ ഇട്ടുകൊണ്ട് അല്ലാഹു എന്ന് കൃത്യമായിട്ട് എഴുതുവാൻ ആർക്കാണോ സാധിക്കുന്നത് അവനാകുന്നു പരിപൂർണ മുസ്ലിം. ത്യാഗം ചെയ്യാതെ ലോകത്ത് ജീവിക്കുവാൻ ഒക്കുകയില്ല. എന്താണ് ത്യാഗം ചെയ്യുക എന്നാൽ? ത്യജിക്കുക എന്നാൽ എന്താണ്? ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളും അവനവന് ആനന്ദം നൽകുന്ന കാര്യങ്ങളും മറ്റൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടി, മറ്റൊരാളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് അയാൾക്ക് വേണ്ടി നൽകുക, ഉപേക്ഷിക്കുക. അതിനാണ് നമ്മൾ സാധാരണയായിട്ട് ത്യാഗം എന്ന് പറയുക. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് അവന് ജന്മം നൽകിയതും അവന് ജീവിക്കുവാൻ ആവശ്യമായ സകലതും നൽകിയതും, അവന്റെ മൂർധാവിലെ മുടി മുതൽ കാലിന്റെ പെരുവിരലിന്റെ നഖം വരെ അവന്റെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെയും നൽകിയ ആ പടച്ച തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെട്ടത് ആ അല്ലാഹുവിന് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കുവാൻ തയ്യാറുണ്ടോ എന്നാണ്. എല്ലാ ഇഷ്ടങ്ങളെയും മാറ്റിവെക്കാൻ പറഞ്ഞിട്ടില്ല. ഹിമാലയത്തിന്റെ സാനുക്കളിൽ പോയി തപസ്സിരുന്നെങ്കിലേ നിനക്ക് മോക്ഷം കിട്ടൂ എന്ന് പറഞ്ഞിട്ടില്ല. കുടുംബത്തെ ഒഴിവാക്കി നീ സന്യസിച്ചെങ്കിലേ നിനക്ക് മോക്ഷം കിട്ടൂ എന്ന് പറഞ്ഞിട്ടില്ല. 24 മണിക്കൂർ ഒരു ദിവസം തന്ന പടച്ച തമ്പുരാൻ 25 മിനിറ്റ് 5 നേരത്തെ നിസ്കാരത്തിന് വേണ്ടി ചോദിക്കുന്നുവെങ്കിൽ അത് കൊടുക്കുവാൻ നമ്മൾ തയ്യാറുണ്ടോ ഇല്ലയോ എന്നാണ് അല്ലാഹുവിന്റെ ചോദ്യം. അല്ലാഹുവിന് വേണ്ടി ആ 25 മിനിറ്റെങ്കിലും തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാനുള്ള ത്യാഗബോധം നമുക്കുണ്ടോ എന്നതാണ് ചോദ്യം. 100 രൂപ നിന്റെ കീശയിലുണ്ടെങ്കിൽ 97 രൂപ 50 പൈസ നിനക്കുള്ളതാണ്. ബാക്കി 2 രൂപ 50 പൈസ ഏതോ ആശുപത്രി വരാന്തകളിൽ മരുന്നിന് വകയില്ലാതെ കാർന്നു തിന്നുന്ന, അവനെ കടിച്ചമർത്തുന്ന, മാരകമായ വേദനയോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവന് കൊടുക്കാനുള്ളതാണ്. ഭക്ഷണത്തിന് വകയില്ലാതെ ഹോട്ടലുകൾക്ക് പിന്നിലേക്ക് വലിച്ചെറിയുന്ന അവശിഷ്ടങ്ങളിൽ പട്ടികളോടും പൂച്ചകളോടും പുഴുക്കളോടും കാക്കകളോടും പോരാടിക്കൊണ്ട് വലിച്ചെറിയുന്ന അവശിഷ്ടങ്ങളിൽ നിന്ന് ഭക്ഷണം തേടുന്ന സാധുക്കൾക്ക് കൊടുക്കാനുള്ളതാണ്. ആകാശത്ത് കാർമേഘം ഉരുണ്ടുകൂടുമ്പോഴേക്ക് മരച്ചുവടുകളിലേക്ക് അഭയം തേടേണ്ടി വരുന്ന, പാർക്കുവാൻ വീടില്ലാത്ത സാധുവിന് കൊടുക്കാനുള്ളതാണ്. 2 രൂപ 50 പൈസ അത് നീ കൊടുക്കണമെന്ന് റബ്ബ് പറഞ്ഞിട്ട് അത് കൊടുക്കുവാൻ നീ തയ്യാറാകുന്നുണ്ടോ? 365 ദിവസമുള്ള ഒരു ദിവസത്തിൽ 30 ദിവസമെങ്കിലും പകൽ സമയത്തെങ്കിലും ഭക്ഷണം ഒഴിവാക്കി നീ നോമ്പ് നോൽക്കാൻ സന്നദ്ധനാണോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലാഹുവിന്റെ ഭവനത്തിങ്കൽ പോയിട്ട് ഒരു ഹജ്ജ് നിർവഹിക്കുവാൻ നീ സന്നദ്ധനാണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുന്നു, എന്റെ സമയം അവസാനിക്കുന്നു. നമ്മുടെ ജീവിതം ഒരു പരീക്ഷണമാണ്. അല്ലാഹു തആല കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് നിരീക്ഷിക്കുന്നത്? അല്ലാഹുവിന് വേണ്ടി ജീവിതത്തിൽ ത്യാഗം ചെയ്യുവാൻ നമ്മൾ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗം നമുക്കുണ്ടാവും. ബിലാലിനും അമ്മാറിനും യാസിറിനും സുമയ്യയും ഖബ്ബാബും ഖുബൈബും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലി ഇബ്നു അബീ താലിബും അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നു ഖത്താബും റളിയല്ലാഹു അൻഹും അവർ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോയത് വിദ്യാഭ്യാസത്തിന്റെ ഔന്നത്യം കൊണ്ടോ, ജോലിയുടെ ഔന്നത്യം കൊണ്ടോ, വരുമാനത്തിന്റെ വർധനവ് കൊണ്ടോ ആയിരുന്നില്ല, ത്യാഗത്തിന്റെ മെച്ചം കൊണ്ടായിരുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുവാനും അല്ലാഹു തന്ന ജീവിതത്തിനെ ആ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, പ്രീതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാനും എന്ന് നമ്മൾക്ക് സാധിക്കുമോ അന്ന് നമ്മൾ അല്ലാഹുവിന് പ്രിയപ്പെട്ടവരാവും. അല്ല, എത്ര കാലം അല്ലാഹുവിന്റെ ഇഷ്ടങ്ങളെയും അവന്റെ താല്പര്യങ്ങളെയും അവന്റെ കൽപ്പനകളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് എത്ര വലിയവനായിട്ട് നമ്മൾ ജീവിച്ചാലും അല്ലാഹുവിന്റെ നരകമായിരിക്കും നമ്മുടെ സങ്കേതമെന്ന് തിരിച്ചറിയുക. ജീവിതത്തിൽ വിജയമുണ്ടാകണമോ? അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുക. ത്യാഗികളായി ജീവിക്കുവാനും സ്വർഗ്ഗത്തിലെത്തുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി عذاب النار واخر دعوانا الحمد لله رب العالمين وصلى الله على محمد وعلى اله وصحبه اجمعين. السلام عليكم ورحمة الله وبركاته.